ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഒരു കിടിലൻ ക്രീം തയ്യാറാക്കാം. ഈ ഒരു ക്രീമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിൻ വൈറ്റനിങ്ങിന് സഹായിക്കുന്ന ഒരു കിടിലൻ ക്രീമാണിത്. നമ്മളിപ്പോൾ ബ്രൈഡൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു കല്യാണത്തിൻ്റെ ഒരു 2 വീക്സ് മുന്നേ ഇത് ചെയ്യാനാണെങ്കിൽ നിങ്ങളുടെ മുഖം നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കുന്ന, ക്ലിയർ ആവാനും സഹായിക്കുന്ന ഒരു കിടിലൻ ക്രീമാണ്. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഒട്ടും മടി കൂടാണ്ട് നിങ്ങൾക്കിത് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് ഫുൾ വീഡിയോ കാണാം. ഇതിനാദ്യം തന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ലാണ്. അലോവേര ജെല്ലിലേക്ക് 1 ടീസ്പൂണോളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കുക്കുംബർ ജ്യൂസാണ്. ആ കുക്കുംബർ ജ്യൂസ് 1 ടേബിൾ സ്പൂൺ എടുക്കുക. പിന്നെ വേണ്ടത് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. കുക്കുംബർ ജ്യൂസിന് പകരം നിങ്ങൾക്ക് റോസ് വാട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. റോസ് വാട്ടർ ഇല്ലാത്തവർ കുക്കുംബറിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിൽ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടിയും പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മുടെ ക്രീം റെഡിയായി. ഇനി കുക്കുംബർ ജ്യൂസും റോസ് വാട്ടറും നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വെറും അലോവേര ജെല്ലും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും മിക്സ് ചെയ്താൽ മാത്രം മതി. അതും അടിപൊളിയാണ്. പക്ഷേ ഒരു എക്സ്ട്രാ റിസൾട്ട് കിട്ടണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമുക്കൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ ഇത് കിട്ടുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കുക്കുംബർ ജ്യൂസോ അല്ലെങ്കിൽ റോസ് വാട്ടറോ എടുക്കുന്നുണ്ടെങ്കിൽ കൂടിപ്പോകാൻ പാടില്ല. കൂടിപ്പോയാൽ ഇതൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഇനി നമ്മൾ ഒരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ ഒഴിച്ചിട്ട് സൂക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ ഫ്രിഡ്ജുള്ളവർ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരു 4-5 ദിവസത്തേന് നിങ്ങൾക്കിത് യൂസ് ചെയ്യാനുണ്ടാവും. ഇതിലെന്തെങ്കിലും എന്താ പറയുക, പൂപ്പലോ അല്ലെങ്കിൽ സ്മെൽ വ്യത്യാസമോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. ഒരു 4 ദിവസം എന്തായാലും നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ മുഖത്തേക്ക് ഇതുപോലെ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം സാധാരണ നമ്മൾ ഫേസ് ക്രീം എങ്ങനെയാണോ മുഖത്ത് അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ ഫേസ് പാക്ക് ഇടുന്ന പോലെയല്ല, ക്രീം തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് കിടന്നുറങ്ങാം. പിറ്റേന്ന് രാവിലെ നിങ്ങളിത് കഴുകിക്കളഞ്ഞാൽ മതി. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണിത്. അലോവേര ജെല്ലും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും റോസ് വാട്ടറും, ഇത് 3 ഉണ്ടെങ്കിലാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി റോസ് വാട്ടറും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കുംബർ ജ്യൂസ് എടുക്കാം. കുക്കുംബർ ജ്യൂസ് എടുക്കുന്നേരം ശ്രദ്ധിക്കേണ്ടത് കക്കരിക്ക, നമ്മളെ സാലഡിൽ യൂസ് ചെയ്യുന്ന കക്കരിക്ക ഉണ്ടല്ലോ, അതിൻ്റെ ജ്യൂസാണ് വേണ്ടത്. അതൊട്ടും തന്നെ വെള്ളമില്ലാണ്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചിട്ട് വേണം അതിൻ്റെ നീരെടുക്കാൻ വേണ്ടിയിട്ട്. അതിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. ഡാബ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിറ്റേന്ന് രാവിലെ കഴിക്കുക. ഇത് കണ്ടിന്യൂസ് നിങ്ങൾ ഒരാഴ്ച തേക്കുമ്പം തന്നെ ഡിഫറൻസ് കാണാൻ വേണ്ടി പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു മാസത്തിൽ നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്യാമെന്നാണെങ്കിൽ ഉറപ്പായിട്ടും കാണുന്നവർ പോലും നിങ്ങളോട് ചോദിക്കും നിങ്ങളുടെ മുഖത്ത് വന്നിരിക്കുന്ന മാറ്റത്തിൻ്റെ ആ ഒരു രഹസ്യം. കാരണം എന്താണെന്ന് വെച്ചാൽ മുഖം നല്ല ക്ലിയറും സ്മൂത്തും, അതുപോലെ തന്നെ നമുക്ക് ഈ കുരുക്കളെല്ലാം വന്നാലെല്ലാം അവിടെ ആയിട്ട് പാട്, അതുപോലെ സൺ ടാൻ ഇതെല്ലാം ഉണ്ടാവുമല്ലോ, ഇതെല്ലാം ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കിടിലൻ ക്രീമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്